कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। ബഹുമാനപ്പെട്ട ജ്ഞാനാമൃതാനന്ദ സ്വാമികളെ, അമൃത ബാലസംസ്കൃതിയുടെ ഈ വ്യാഖ്യാന പരമ്പരയിൽ ഭാഗവാക്കുകളാകുന്ന ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. രാമായണം എല്ലാവർക്കും പരിചിതമായ ഒരു കാവ്യമാണ്. മിക്കവാറും രാമായണം, അധ്യാത്മരാമായണമാണ് നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ളത്. വേറെയും രാമായണങ്ങളുണ്ട്, കമ്പരാമായണം മുതലായിട്ടുള്ള രാമായണങ്ങളൊക്കെ ഉണ്ട്. വാൽമീകി രാമായണം തന്നെ നാം പഠിക്കണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാമിജി ഇപ്പോൾ തന്നെ നമ്മളോട് പറയുകയുണ്ടായി. ഈ കാവ്യത്തിൻ്റെ പിന്നിൽ വലിയ ഒരു വൈദികമായ തത്വമുണ്ട്. വേദത്തിൽ പറയുന്ന ഒരു തത്വമുണ്ട്. അവിടെ എല്ലാറ്റിനെയും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഗുണമുണ്ട്. അത് സത്യം എന്നുള്ളതാണ്. നമുക്കറിയാം, സത്യം പലപ്പോഴും നമ്മൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. സത്യത്തിന് കോട്ടം വരുന്നത് വലിയ അപാകമാണ്, വലിയ അധർമ്മമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ പരിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും പാലിക്കാതിരുന്നിട്ടുണ്ടോ എന്ന്. അത് വേദം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് വേദം നമ്മളോട് പറയുന്നുണ്ട്? വാക്ക് പാലിക്കുന്നതിലൂടെയാണ് അത് സത്യമായി തീരുന്നത്. നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ്, പിതാവിൻ്റെ വാക്യം സത്യമാക്കുന്നതിന് വേണ്ടിയാണ് രാമൻ കാട്ടിലേക്ക് പോയത്. നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് പിതാവിൻ്റെ വാക്യം? എന്താണ് അത് സത്യമാക്കുന്നതിന് എന്തിനു വേണ്ടിയാണ് രാമൻ കാട്ടിലേക്ക് പോയത്? അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു വൈദികമായ ഒരു ആശയമുണ്ട്. വേദം പറയുന്നുണ്ട്, ഋഗ്വേദം നമ്മളോട് പറയുന്നുണ്ട്, പതംഗോ വാചം മനസാ ബിഭർത്തി താം ഗന്ധർവോ അവദത് ഗർഭേ അന്തഃ താം ദ്യോതമാനാം സ്വര്യം മനീഷാം ഹൃദസ്യ പദേ കവയോ നിപാന്തി എന്ന് ഋഗ്വേദം പറയും. എന്താണ് വേദം അതിൽ പറഞ്ഞത്? പതംഗ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ, നമുക്ക് അറിയാം സൂര്യന്റെ പ്രാധാന്യം എന്താണ്. സൂര്യനാണ് നമുക്ക് എല്ലാ ഊർജവും നൽകുന്നത്. നമുക്ക് ജീവിക്കണമെങ്കിൽ ഊർജം വേണം. ആ ഊർജം തരുന്നത്, എല്ലാ ഊർജത്തിനും ഉറവിടമായിട്ടുള്ള സൂര്യനാണ്. ആ സൂര്യൻ വെറുതെ നമുക്ക് ഊർജം തരിക മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സൂര്യൻ തരുന്ന ആ ഊർജം നാം നേരെ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അതുകൊണ്ട് പതംഗ വാചം മനസാ ബിഭർത്തി, കാരണം വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. വാക്ക് പാലിക്കുക, അതിലൂടെ വാക്കിനെ സത്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പുണ്യം. അഥവാ നമ്മുടെ കർത്തവ്യം അതാണ്. പറഞ്ഞ വാക്കിനെ തെറ്റിക്കാൻ പാടില്ല. അത് നമ്മൾ എല്ലായിടത്തും നമ്മളത് പറയുന്നുമുണ്ട്. നമ്മുടെ ഏറ്റവും അവസാനത്തെ സംസ്കാരമുണ്ട്, അന്ത്യേഷ്ടി. ആ അന്ത്യേഷ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, ശവസംസ്കാരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിത ബാക്കി വരുന്ന പെറുക്കിയെടുത്ത് നമ്മുടെ തന്ത്രം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തനമാണ്. അതിൽ എന്തെങ്കിലും കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പാപക്കറ ഈ ജലം
കഴുകിക്കളയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അസ്ഥി കൊണ്ടുപോയിട്ട് നമ്മൾ വെള്ളത്തിൽ മജ്ജനം ചെയ്യുന്നത്. അവിടെ പറയാണ്, ഇതം ആപഹ പ്രവഹത യത് കിംച ദുരിതം മയി യദ്വാഹം അഭിരുദ്രോഹ യദ്വാ ശേപ ഉദാനൃതം. അപ്പോ ഈ ജലം എന്നിൽ നിന്ന് ഒഴുക്കിക്കളയട്ടെ. എന്നിൽ നിന്ന് ഈ അസ്ഥിഖണ്ഡത്തിൽ നിന്നാണ്. അത് ആ മരിച്ചുപോയ വ്യക്തിയാണ് അവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോ ഈ ജലം ഒഴുക്കിക്കളയട്ടെ. എന്തിനെയാണ് ഒഴുക്കിക്കളയേണ്ടത്? യത് കിംച ദുരിതം മയി, എന്നിലുള്ള ദുരിതങ്ങളെ മാറ്റിക്കളയട്ടെ. അസ്ഥിഖണ്ഡത്തിൽ എന്ത് ദുരിതമാണുള്ളത്, എന്ത് ക്ലേശമാണുള്ളത്? അവിടെ ദുരിതം എന്നുള്ളതിനർത്ഥം ദുഷ്ടമായ വിധത്തിൽ ഇതം എന്നുള്ള വാക്കിനർത്ഥം പോയത് എന്നാണ്. ഇതം പോയത്. നമ്മൾ പറയാറില്ലേ, മരിച്ചുപോയ ആളെ സംബന്ധിച്ച് പറയാറില്ലേ, പരേതൻ, പരത്തിലേക്ക് ഇതനായവൻ, പരത്തിലേക്ക് പോയവൻ എന്നാണ് ആ വാക്കിന് അർത്ഥം. അപ്പൊ ഇതം എന്ന് പറഞ്ഞാൽ പോയത് എന്നാണ്. ദുരിതം, മോശമായ വിധത്തിൽ, ചീത്തയായ വിധത്തിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചീത്ത പ്രവൃത്തികൾ എന്ന അർത്ഥമാണ്. അതിൻ്റെ പാപം കഴുകിക്കളയട്ടെ, ആ പാപക്കറ നീക്കിക്കളയട്ടെ ഈ ജലം. അത് മാത്രമല്ല, യദ്വാ ശേപ ഉദ അനൃതം. അതിനുശേഷം പറയാണ്, ഇനി അഥവാ എന്തെങ്കിലും അനൃതം. ഋതം എന്ന് പറഞ്ഞാൽ സത്യമാണ്, അനൃതം അസത്യം. എന്തെങ്കിലും ഞാൻ അസത്യങ്ങൾ സത്യമെന്ന് ആണയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപക്കറയും ഈ ജലം നീക്കിക്കളയട്ടെ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ അവിടെയാണ് യദ്വാ ശേപ ഉദാനൃതം. അവിടെ പറയുന്നിടത്ത് തന്നെയുണ്ട് യദ്വാ, ഇനി അഥവാ ഞാൻ ഇങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയും ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ? അസത്യപ്രസ്താവന നടത്തുക. നമ്മൾ പറഞ്ഞത് കാര്യം പ്രവർത്തിക്കാതെ വരുമ്പോൾ അതെന്തായിത്തീരുന്നു? അത് അസത്യമായി തീർന്നു. അതിനെയാണ് ഏറ്റവും വലിയ അപരാധമായി പറയുന്നത്. അതുകൊണ്ടാണ് യദ്വാ ശേപ ഉദാനൃതം, ഇനി അഥവാ ഇങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും പാപക്കറ ഈ ജലം നീക്കിക്കളയട്ടെ. അപ്പൊ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അപരാധമാണ്, ഘോരമായ അപരാധമാണ് എന്നാണ് ഈ സംസ്കാരവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ അവിടെയാണ് ഋഗ്വേദം പറയുന്നത്, വേദമാണ് അത് പറയുന്നത്. നമ്മൾ മരിക്കുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്, മരിക്കാൻ കിടക്കുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്. അച്ഛനോ അമ്മയോ പ്രായമായവരൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ ചോദിക്കാറുണ്ട്, അച്ഛാ എന്തെങ്കിലും വഴിപാടുകൾ ഇനി നിറവേറ്റാത്തതുണ്ടോ, ചെയ്യാത്തതുണ്ടോ, എന്തെങ്കിലും കടങ്ങളുണ്ടോ ചോദിക്കാണ്. കടം വാങ്ങുന്നതിന്റെ അർത്ഥം ഞാൻ തിരിച്ചുതരാമെന്നാണ്. അതുകൊണ്ടാണ് ഈ കടം വാങ്ങുന്നത്. അപ്പൊ കടം വാങ്ങുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകളോട് മക്കളൊക്കെ, അതുകൊണ്ടാണ് ആളുകളെ എന്ത് ചെയ്യാൻ പാടില്ല, വെന്റിലേറ്ററിൽ ഇട്ടിട്ടല്ല മരിക്കേണ്ടത്. അല്ലാതെ തന്നെ നമ്മുടെ ബന്ധുജനങ്ങളുടെയും മക്കളുടെയും അരികിൽ കിടന്നവർ മരിക്കട്ടെ. അവർ മരിക്കുകയുള്ളൂ എന്ന് ഉറപ്പായാലെങ്കിലും എന്ത് ചെയ്യാം, മക്കൾക്ക് അടുത്ത് നിന്ന് കാണാനും താരകമന്ത്രം ഉപദേശിക്കാനും. ഓങ്കാരമന്ത്രം മരിക്കാൻ സമയത്ത് അത് ചൊല്ലുക, കാതിൽ ചൊല്ലുക, നിവൃത്തിയുണ്ടെങ്കിൽ അവരും ചൊല്ലട്ടെ. അപ്പോ അതിനുള്ള അവസരമാണ് ഉണ്ടാക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? അച്ഛാ എന്തെങ്കിലും കടങ്ങൾ വീട്ടേണ്ടതുണ്ടോ, എന്തെങ്കിലും വഴിപാടുകൾ. കാരണം വഴിപാട് എന്താണ്? അത് നമ്മളൊരു നേർച്ചയാണ്, നമ്മൾ പറയുന്നതാണ്, ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം എന്നുള്ളത് ഒരു വാക്ക് കൊടുക്കലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാലിക്കാതെ പോയാൽ എന്താണ്? അത് അപരാധമാണ്. അവർക്ക് സാധിച്ചില്ലെങ്കിൽ അത് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് പഴമക്കാർ അത് ചോദിക്കും, എന്തെങ്കിലും വഴിപാടുകളുണ്ടോ, എന്തെങ്കിലും കടങ്ങളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. കാരണം അത് വീട്ടിക്കൊണ്ടാണ് നമ്മൾ അവരുടെ മുക്തിമാർഗത്തിലേക്കുള്ള അവരുടെ പ്രയാണം സുഖകരമാക്കി മാറ്റുന്നത്. അപ്പൊ ഇതിനൊക്കെ ആധാരമായിട്ട് വേദത്തിലുള്ള മന്ത്രമാണ് ഇത്. എന്താണ്? പതംഗോ വാചം മനസാ ബിഭർത്തി. പതംഗൻ, സൂര്യൻ, വാക്കുകളെ തൻ്റെ മനസ്സിൽ ധരിക്കുന്നു. നാം ഓരോരുത്തരും, മനുഷ്യർ പറയുന്ന വാക്കുകളെ സൂര്യഭഗവാൻ തൻ്റെ ഉള്ളിൽ ധരിക്കുന്നു. പതംഗോ വാചം മനസാ ബിഭർത്തി. മനസ്സുകൊണ്ട് അതിനെ ധരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. എന്നിട്ട് അത് വെറുതെ ഉള്ളിൽ ഇരിക്കുക മാത്രമല്ല,
ഓരോ സമയവും അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ വാക്ക് നീ പാലിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ വാക്കുകളാണെങ്കിൽ എന്താണ് അവർക്ക് പാലിക്കാൻ പറ്റാത്ത, അഥവാ നമ്മളിലൂടെ തന്നെ പറയേണ്ട വാക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ അതിനെ പാലിക്കണം. അപ്പൊ അതുകൊണ്ടാണ് പതങ്കോ വാചം മനസാ വിഭക്തി, തന്നെയുമല്ല ഉള്ളിൽ ധരിക്കുക മാത്രമല്ല, താം ഗന്ധർവോ അവദത് ഗർഭേ അന്തഹ, ആ വാക്കിനെ, നാം പറഞ്ഞ ഓരോ വാക്കിനെയും നമ്മുടെ അന്തഹ ഉള്ളിൽ, അഭ്യന്തരത്തിൽ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്? താം ഗന്ധർവ, ഗന്ധർവൻ. ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ ഗോവിനെ ധരിക്കുന്നവൻ എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഗോവ് എന്ന പദത്തിന് വാക്ക് ഭൂമി എന്നർത്ഥമുണ്ട്, പശു എന്നർത്ഥമുണ്ട്, രശ്മി എന്നർത്ഥമുണ്ട്. ഗമനശീലമുള്ളതൊക്കെ ഗോവാണെന്ന്. ഭൂമിക്ക് ഗമനശീലമുണ്ട്, അല്ലേ? അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ഗോവാണ്. പശുവിനെ നമ്മൾ ഗോവെന്ന് പറയും. വാക്ക് ഗോവാണ്. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതിലൂടെ ആശയങ്ങൾ പ്രസരിക്കുന്നുണ്ട്. അതുപോലെ രശ്മി ഗോവാണ്. രശ്മി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കും. അപ്പൊ ഇവിടെ ഗോവ് എന്നുള്ളതിന് പ്രാണൻ എന്ന അർത്ഥമാണ്. ഗോവിനെ ധരിക്കുന്നവൻ, നമ്മുടെ ഉള്ളിൽ പ്രാണനെ നിലനിർത്തുന്നത് എന്താണോ അത് വായുവാണ്, പ്രാണവായുവാണ്. പ്രാണവായു എങ്ങനെയാണ്? പ്രാണവായു ഇത് പ്രകൃതിയുടെ ഒരു വലിയ സംവിധാന കൗശലത്തിന്റെ ഭാഗമാണ്. പ്രാണവായു എങ്ങനെയാ? ഓരോ നിമിഷവും നാം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറെ നേരത്തേക്കുള്ള വായുവിനെ ഉള്ളിൽ സംഭരിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. അന്നം സംഭരിച്ചു വെക്കാം ചിലപ്പോൾ, ഇനി കുറെ നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഭക്ഷണം നമുക്ക് കുറെ നേരത്തേക്ക് കഴിക്കാം. വെള്ളവും അങ്ങനെ ചെയ്യാം. പക്ഷെ എന്ത് പറ്റില്ല? വായുവിനെ പറ്റില്ല. നമ്മൾ ഓരോ നിമിഷവും അതിനെ എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ആ വായുവിനെയാണ് അവിടെ ഗന്ധർവഹ എന്ന് പറയുന്നത്. ഗോവിനെ, പ്രാണനെ ഉള്ളിൽ നിലനിർത്തുന്നവനായ വായു. അന്തഹ അവദ, നമ്മുടെ ഉള്ളിൽ ഓരോ പ്രാവശ്യവും നാം ചെയ്തിട്ടുള്ള പ്രതിജ്ഞകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ അതിനാണത്രേ വായു സംഭരിച്ചു വെക്കാൻ നമുക്ക് കഴിവില്ല. ഓരോ നിമിഷവും എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് നാം മറക്കില്ലെന്നാണ് വേദത്തിന്റെ നിലപാട്. ഓരോ വായു എടുക്കുമ്പോഴും, അല്ലേ? ശരിയായിട്ട് നമ്മളോട് ഗൗരവമായിട്ട് നമ്മൾ ഒരാളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ മറക്കൊന്നുമില്ല. അത് നമ്മൾ മുദ്രകടലാസിൽ എഴുതി വെക്കൊന്നും വേണ്ട, മറക്കില്ലെന്നാണ്. അതിനെയാണ് നമ്മുടെ ഉള്ളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഗൗരവമായിട്ട് പറഞ്ഞിട്ടുള്ള വാക്ക്, അല്ലാത്ത വാക്കുകളല്ല. അപ്പൊ താം ഗന്ധർവോ അവദത് ഗർഭേ അന്തഹ, താം ദ്യോതമാനാം സ്വര്യം മനീഷാം ഋതസ്യ പദേ കവയോ നിപാന്തി. താം ദ്യോതമാനാം, അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ അത് ദ്യോതമാനമാകുന്നു, നമ്മുടെ മനസ്സിൽ ശോഭിക്കുന്നതായി തീരുന്നു. അല്ലേ? നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് മറക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലുള്ളവര്, മിക്കവാറും നമ്മുടെ ഭാര്യമാരാണ് ആര് ചുമതല ചെയ്യാറ്, കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും. ഇല്ലേ? ഇന്ന് ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഓർമ്മിപ്പിക്കുന്നു. അല്ലേ? അല്ലെങ്കിൽ ഇന്ന് വാങ്ങണം, ഓർമ്മിപ്പിക്കുക. അപ്പൊ പറയുമ്പോ വീണ്ടും വീണ്ടും പറയുമ്പോ എന്താണ്? അത് നമ്മുടെ മനസ്സിൽ ദ്യോതമാനം, നമ്മുടെ മനസ്സിൽ അത് ശോഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. താം ദ്യോതമാനം സ്വര്യം മനീഷാൻ. ദ്യോതമാനം മാത്രമല്ല, ആ വാക്ക് എന്നുള്ള സ്ത്രീലിംഗം. അതുകൊണ്ടാണ് ദ്യോതമാന, പ്രകാശിക്കാണ്, നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വര്യം, അത് സ്വർഗീയമായി തീരുന്നു. പറഞ്ഞ വാക്ക് സ്വർഗീയമാണ്, പ്രതിജ്ഞ സ്വർഗീയമാണ്. അതുകൊണ്ടത് പാലിക്കാതിരിക്കാൻ പറ്റില്ല. മനീഷാം, അത് മനീഷയായി തീരുന്നു. മനീഷ എന്നുള്ള വാക്കിന് ബുദ്ധി എന്ന അർത്ഥമുണ്ട്, അല്ലെ? ബുദ്ധിർ മനീഷ ദിഷണ, ധീ, പ്രജ്ഞ, ശേമുഷി, മതിഹി, ഇതൊക്കെ ബുദ്ധിയുടെ പര്യായമാണ്. പക്ഷെ അതിൽ തന്നെ മനീഷ എന്ന പദത്തിനർത്ഥം നമ്മുടെ മനസ്സിന് മുകളിൽ ഈശത്വം സ്ഥാപിക്കുന്നത്, മനസ്സിന് മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് വിളങ്ങുന്നതായ ആ വാക്ക്. ഋതസ്യ പദേ
കവയോ നിപാന്തി. ആ വാക്കിന് കവികൾ, കവികൾ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ എന്നർത്ഥമാണ്. അല്ലാതെ നമ്മുടെ സാധാരണ കവനം നടത്തുന്ന കവികളല്ല, അവരും കാഴ്ചപ്പാടുള്ളവർ തന്നെ. പക്ഷെ നമുക്കും കാഴ്ചപ്പാടുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് അത് വൃഥ വാക്കാകാൻ പാടില്ല. ഞാൻ സത്യവാക്കായിരിക്കണം, സത്യമായ വാക്കോട് കൂടിയവനായിരിക്കണം എന്ന് ബോധ്യമുള്ളവർ അവരെന്ത് ചെയ്യുന്നു? ഹൃദസ്യ പദേ കവയോ നിപാന്തി. അവർ തങ്ങളുടെ പ്രവൃത്തികളിലൂടെ പറഞ്ഞ വാക്കിനെ സത്യത്തിന്റെ മാർഗത്തിൽ നിബന്ധിക്കുന്നു, സത്യമാക്കി തീർക്കുന്നു എന്ന്. അപ്പൊ ഇവിടെയാണ് നമ്മൾ രാമായണത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്. നമ്മളെപ്പോഴും സാധാരണ പറയാറുണ്ട്, അല്ലേ? പറയാറുണ്ട്, അച്ഛന്റെ വാക്കിനെ, ദശരഥന്റെ വാക്കിനെ സത്യമാക്കുന്നതിന് വേണ്ടി രാമൻ കാട്ടിലേക്ക് പോയി. നമ്മൾ പറയാറുണ്ട്, എന്താണ് അങ്ങനെ, എന്തിനാണത് സത്യമാക്കുന്നത് എന്നിട്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ചരിത്രത്തെ, രാമായണം ഒരു കാവ്യമാണ്. ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിക്കുന്നത് പോലെ വായിച്ചാൽ പോരാ രാമായണം. കാരണം എന്താണ്? രാമായണം കാവ്യമാണ്. കാവ്യത്തിന്റെ പ്രത്യേകത എന്താണ്? കാവ്യത്തിന്റെ ആത്മാവ് പ്രതീയമാനമായ വസ്തുവാണെന്നാണ് പറഞ്ഞത്. പ്രതീതിക്ക് വിഷയമായി തീരുന്ന ഒരു അർത്ഥമുണ്ട്, ധ്വനിക്കപ്പെടുന്ന ഒരു അർത്ഥമുണ്ട്, വ്യംഗ്യമായ ഒരു അർത്ഥമുണ്ട് കാവ്യത്തിന്. അതാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ വാച്യമായിട്ട് നോക്കുമ്പോൾ കാണപ്പെടാത്ത പല അർത്ഥങ്ങളും വ്യംഗ്യമര്യാദയാ സുകവികൾ നമ്മുടെ മനസ്സിൽ പ്രതീതമാക്കി തീർക്കും. അതിനാണ് വ്യംഗ്യം, ധ്വനി എന്നൊക്കെ പറയുന്നത്. ആ പ്രതീയമാനമായ അർത്ഥമാണ് കാവ്യത്തിന്റെ ശരിയായ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ രാമായണം കാവ്യമാണ് എന്ന് പറയുന്നത്. അതാണ്. ഇതിഹാസങ്ങളാണെങ്കിൽ നമുക്കറിയാം, വായിച്ചു നോക്കിയാൽ മതി. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്. ആ ചരിത്രം വായിക്കുമ്പോൾ ചരിത്രത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ചരിത്രം. അതിലൂടെ നമുക്ക് കിട്ടുന്ന വാച്യമായ അർത്ഥം അത് തന്നെയാണ്. പക്ഷേ കാവ്യത്തിന് അങ്ങനെയല്ല, പ്രതീയമാനമായ അർത്ഥം. ഈ പ്രതീയമാനമായ അർത്ഥത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ടുള്ള ദോഷം വളരെ കൂടുതൽ നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വാൽമീകി രാമായണത്തിലൂടെ അഥവാ കാവ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട വലിയ വിപുലമായ അർത്ഥതലങ്ങളെ നാം ഗ്രഹിക്കാതെ പോകുന്നത്. രാമായണം വായിക്കുമ്പോൾ, വാൽമീകി രാമായണം വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഉത്തരകാണ്ഡത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കൈകേയി ച യശസ്വിനി, യശസ്വിനിയായ കൈകേയി പുത്രപൗത്രാദികളോടുകൂടി ജീവിച്ചതിന് ശേഷം എന്താണ് സ്വർലോകം പോകി എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യശസ്വിനിയായ കൈകേയി എന്ന് പറഞ്ഞത്? നമ്മൾ എപ്പോഴും കൈകേയിയെ ഒരു ദുഷ്ടസ്ത്രീയായി നമ്മൾ ചിത്രീകരിക്കുന്നു. നമ്മുടെ മനസ്സിൽ അങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു. ഘോരമായ അപരാധം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് വാൽമീകി അങ്ങനെ പറഞ്ഞു? യശസ്വിനിയായ കൈകേയി അല്ലേ? നമ്മൾ ഏതെങ്കിലും കുട്ടികൾക്ക് കൈകേയി എന്ന് പേരിട്ടിട്ടുണ്ടോ? സുമിത്ര എന്ന് പേരുണ്ട്, കൗസല്യ എന്ന് പേരുണ്ട്, അല്ലേ? രാവണൻ എന്ന് വരെ പേരുണ്ട്, രാവണന്റെ പേര് വരെ ഉണ്ട്, അല്ലെ? ദശമുഖൻ എന്ന്, ദശമുഖ്, രാവണന്റെ പേര് വരെ ആളുകൾക്കുള്ളപ്പോ എന്തുകൊണ്ട് യശസ്വിനിയായ കൈകേയിയുടെ പേര് ഒരു കുട്ടിക്കും ആരും എടുക്കില്ല? അപ്പൊ അവിടെ നമ്മൾ കൈകേയിയെ എന്തായി കണ്ടു? ഒരു ദുഷ്ടസ്ത്രീയായി നമ്മൾ കണ്ടു. ഘോരമായ അപരാധമാണ് ശരിക്ക് അവിടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ അർത്ഥത്തെ കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ്. അത് നമുക്ക് വരണമെങ്കിൽ, ആ അർത്ഥത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അരണ്യകാണ്ഡം വളരെ ശരിയായി നമ്മൾ അരിച്ചു പെറുക്കി നോക്കേണ്ടതുണ്ട്. അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് കൈകേയി യശസ്വിനിയാണ്. ഇത്രയും ജാജ്വല്യമാനമായ, ഉഗ്രപ്രതാപത്തോടു കൂടിയ, ജാജ്വല്യമാനമായ ശോഭയോടുകൂടിയ ഒരു സ്ത്രീ രാമായണത്തിലില്ല. അത്രയേറെ മഹത്വമാണ് കൈകേയിയുടേത്. നമുക്ക് അവിടെ വരുമ്പോൾ നമുക്കതൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ കൈകേയി ആരല്ല? കൈകേയി ഒരിക്കലും ഒരു ദുഷ്ട സ്ത്രീയല്ല. കൈകേയിയുടെ ജ്ഞാതിദാസിയായ മന്ധരയോ ഒരു ദുഷ്ട സ്ത്രീയല്ല. മന്ധരയൊക്കെ ശരിക്ക് നമ്മൾ എന്താണ് പറയുക, കർത്തവ്യൈകനിരതയായ ഒരു സ്ത്രീയാണ്. സ്വന്തം കർത്തവ്യത്തിൽ മാത്രം
നിരതയായ ഒരു സ്ത്രീയാണ് മന്ധര. അതുപോലെ തന്നെ കൈകേയി ശരിയായിട്ട് ദശരഥന്റെ ധർമ്മപത്നി എന്ന് എല്ലാ അർത്ഥത്തിലും ചേരാവുന്ന ഒരു സ്ത്രീയാണ് കൈകേയി. ശാരീരികവും മാനസികവുമായ വ്യഥ അനുഭവിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിനെ ശ്രേയസ് ഉള്ളവനാക്കി നിലനിർത്തിയ ധീരവനിതയാണ് കൈകേയി. അപ്പോൾ ആ കൈകേയിയുടെ മഹത്വം അറിയണമെങ്കിൽ ദശരഥൻ ഒരു വിഷയലംബടനല്ല, ഒരു സ്ത്രീലംബടനല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ രാമായണം ശരിയായി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ പിന്നിലുള്ള ധാർമ്മികത എന്താണെന്ന് തിരിച്ചറിയുന്നിടത്ത് നാം പരാജയപ്പെട്ടു പോയതാണ് നമ്മുടെ രാമായണത്തെ കുറിച്ചുള്ള അറിവ് വികലമാകുന്നതിന് കാരണമായത് എന്ന തിരിച്ചറിവോടുകൂടി വേണം നാം വാൽമീകി രാമായണത്തിലൂടെ നമ്മുടെ പരിക്രമണം നടത്താനായിട്ട്. അപ്പോൾ നമുക്ക് രാമായണത്തിലേക്ക് കടന്നു നോക്കാം. നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്? കാരണം നമുക്ക് ഇത് 24,000 ശ്ലോകങ്ങളുണ്ട് വാൽമീകി രാമായണത്തിൽ. അധ്യാത്മരാമായണത്തിൽ നിന്നും ഭിന്നമായ രീതിയിലാണ്. അധ്യാത്മരാമായണം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും വാൽമീകി രാമായണത്തിന് വളരെ വ്യത്യസ്തമാണ് അധ്യാത്മരാമായണം. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് നമുക്ക് സുപരിചിതമായിരിക്കുന്നത്. അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ തന്നെ അധ്യാത്മരാമായണമുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് രാമനും കൃഷ്ണനെ പോലെയുള്ള ബാലചാബല്യങ്ങൾ കാണിച്ച ഒരു രാമനെ നമുക്ക് അധ്യാത്മരാമായണത്തിൽ കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട് കൃഷ്ണൻ പല പല ബാലചാബല്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. വെണ്ണ എടുത്ത് ഭുജിക്കുകയും അമ്മ ചോദിക്കുന്ന സമയത്ത് നുണ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടികൾ, സാധാരണ കുട്ടികളായിട്ട് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് രാമനെയും കാണാൻ പറ്റും അധ്യാത്മരാമായണത്തിൽ. രാമനും ചില ചേഷ്ടകളൊക്കെ കുറുമ്പുകളൊക്കെ കാട്ടി നടക്കുന്ന രാമനെ അവിടെ കാണാൻ സാധിക്കും. ഏകദാ രഘുനാഥസ്തു ഗത്വാ മാതരമന്തികം ഭോജനം ദേഹി മേ മാതർ നശ്രുതം കാര്യസക്തയാ. ഒരു ദിവസം രാമൻ അമ്മയുടെ അടുത്ത് ചെന്നു, കൗസല്യയുടെ അടുത്ത് ചെന്നു അടുക്കളയിൽ. എന്നിട്ട് പറഞ്ഞു ദേഹി മേ ഭോജനം മാതർ നശ്രുതം കാര്യസക്തയാ. കുട്ടി എന്താണ് ചെന്നിട്ട് പറഞ്ഞത്? മാതഹ ദേഹി മേ ഭോജനം, അമ്മേ എനിക്ക് ഭക്ഷണം തരൂ എന്നാണ് കുട്ടി പറഞ്ഞത്. നശ്രുതം കാര്യസക്തയാ. അവിടെയാണെങ്കിൽ കൈകേയിയാണെന്നുണ്ടെങ്കിൽ കൗസല്യാണെന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങളിൽ വ്യഗ്രയായിട്ട് നിൽക്കുകയാണ് അല്ലേ. കാരണം എന്താണ്? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പല പല ചുമതലകളുണ്ട്. അപ്പൊ ചുമതലകള് ഇവിടെ രാജധാനിയിലായതുകൊണ്ട് ആരുണ്ടാവും? അവിടെ ധാരാളം പരിചാരകരൊക്കെ ഉണ്ടാവും. പരിചാരകരൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീയുടെ കർത്തവ്യമുണ്ട്. സ്ത്രീക്ക് കർത്തവ്യമുണ്ട്. പരിചാരകന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. കർത്തവ്യമുണ്ടെങ്കിലും സ്ത്രീയുടെ കർത്തവ്യങ്ങളെ പറ്റി പറയുന്നിടത്ത് സ്മൃതികാരൻ ഇപ്രകാരമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അർത്ഥസ്യ സംഗ്രഹേ ചെയ്നാം വ്യയേ ചെയ്യുവ നിയോജയേത് അന്നപക്രിയാം ശുചേ ധർമ്മേ പാരിണാഹ്യസ്യ വ ഈക്ഷണേ എന്ന് പറയുന്നുണ്ട്. സ്ത്രീയുടെ ചുമതലയാണ്, ഒരു പത്നിയുടെ ചുമതലയാണ്. എന്തൊക്കെ ചുമതലയുണ്ട്? അർത്ഥസ്യ വ്യയേ ചെയ്നാം, അർത്ഥസ്യ വ്യയേ ചെയ്നാം സംഗ്രഹേ ചെയ്വ നിയോജയത്. ധനം, ഭർത്താവിന്റെ സമ്പത്ത്, അതിനെ സൂക്ഷിച്ചു വെക്കേണ്ടതും അതിനെ വ്യയം ചെയ്യേണ്ടതും ഭാര്യയുടെ ചുമതലയാണെന്ന്. സമ്പത്ത് രാജ്യത്തിന്റെ സമ്പത്തല്ല, ദശരഥന്റെ സമ്പത്ത് അഥവാ ഭർത്താവിന്റെ സമ്പത്ത്. രാജ്യത്തിന്റെ സമ്പത്ത് വേറെയാണ്, അത് ട്രഷറിയും കാര്യങ്ങളൊക്കെ അതിന് ഉദ്യോഗസ്ഥന്മാരൊക്കെ വേറെ ഉണ്ടാകും. പക്ഷേ തന്റെ ഭർത്താവിന്റെ സമ്പത്തിനെ സൂക്ഷിച്ചു വെക്കേണ്ടതും അതിനെ വ്യയം ചെയ്യേണ്ടതും സ്ത്രീയാണ്. സ്ത്രീക്ക് സമ്പത്തിന് വലിയ അധികാരമാണ് സ്ത്രീക്ക് ഉള്ളത്. നമ്മൾ സ്മൃതിയും മനസ്സിലാക്കില്ല, ശ്രുതിയും മനസ്സിലാക്കില്ല. അതുകൊണ്ട് എന്താണ്, എല്ലാവരും ചീത്ത പറയണത് മുഴുവൻ കേട്ടുകൊണ്ട് നമ്മൾ നടക്കും. നമ്മുടെ സംസ്കാരത്തെ, ഉജ്ജ്വലമായിരിക്കുന്ന ഭാരതീയ സംസ്കാരത്തെ എത്രയോ ആളുകളാണ് നിന്ദിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ ഇല്ലാത്തത്? നമ്മൾ ഈ വക ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അർത്ഥത്തിന്റെ സംഗ്രഹവും അതിന്റെ വ്യയവും ആരുടെ ചുമതലയാണ്? സ്ത്രീയുടെ ചുമതലയാണ്. പിന്നെന്താണ്? ശുചിയിൽ ധർമ്മേ ശൗചെ, ധർമ്മ്യമായിട്ടുള്ള കാര്യങ്ങൾ, വീടിന്റെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, വീട് ശുദ്ധമാക്കി വെക്കുന്ന കാര്യം നോക്കുക.
അന്നപക്രിയാം. അന്നപക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം ഉണ്ടാക്കുക വീട്ടിലെല്ലാവർക്കും. അതിന്റെ മേൽനോട്ടം സ്ത്രീ തന്നെ ഉണ്ടാക്കണം എന്നല്ല എന്റെ അർത്ഥം. രാജധാനിയിലാണെങ്കിൽ ധാരാളം ആളുകൾ ഉണ്ടാവും, പക്ഷെ അത് മുഴുവൻ ആരുടെ മേൽനോട്ടത്തിലാണ് പോകുന്നത്? ആ സ്ത്രീയുടെ മേൽനോട്ടത്തിലാണ് പോകുന്നത്. പിന്നെ പാരിണാഹ്യസ്യവാ ഈക്ഷണേ, പരിണാഹിയായ സമ്പത്തിന്റെ ഈക്ഷണത്തിലും. സമ്പത്തിന്റെ ഈക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്തിന്റെ മേൽനോട്ടം. അപ്പൊ കർമ്മചാരികളൊക്കെ ധാരാളം ഉണ്ടാകും. എത്രയുണ്ടായാലും ആരുടെയാണ് മേൽനോട്ടം? ഗൃഹിണിയുടേതാണ്, ധർമ്മപത്നിയുടേതാണ് അതിന്റെ മേൽനോട്ടം. അതുകൊണ്ട് കാര്യസക്തയായിരുന്നു അമ്മ. നശ്രുതം കാര്യസക്തയാ, കാര്യസക്തയായ ബഹുകാര്യ വ്യഗ്രയായ അമ്മ രാമൻ പറഞ്ഞത് കേട്ടില്ല എന്നാണ്. അപ്പോഴെന്താണ് ഉണ്ടായത്? ജാതരോഷസ്തു, ജാതരോഷം. അപ്പോഴേക്കും ദേഷ്യം വന്നു ആൾക്ക്. അമ്മയോട് ഭക്ഷണം ചോദിച്ചു, അമ്മ കേട്ടതേ ഇല്ല. കുട്ടിക്ക് എന്തായി? ദേഷ്യം വന്നു. ലഘുടമാതായ, ലഘുടം എടുത്തു. ലഘുടം വടി, വടി എടുത്തുകൊണ്ട് ശിക്യസ്തം പാതയാമാസ. ശിക്യം, ശിക്യം എന്ന് പറഞ്ഞാൽ ഉറിയാണ്. നമ്മുടെ പഴയ വീട്ടുപകരണങ്ങളിൽ നമ്മുടെ ഇന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരെണ്ണേ ഉള്ളൂ, ഉറി. അതേ ഉള്ളൂ. അത് ഓണത്തിന് ഒരു ഉറിയടിയും കലന്തലൊക്കെ ഉള്ളത് കൊണ്ട് ഉറി എന്നുള്ള പദം നമ്മുടെ മനസ്സിലുണ്ട്. ബാക്കിയൊക്കെ പോയിരിക്കുന്നു. ഇപ്പൊ ചെരവാന്ന് പറഞ്ഞാൽ അറിയില്ല, ഉലക്കാന്ന് പറഞ്ഞാൽ അറിയോ സംശയമാണ്. ഇതൊന്നും അറിയില്ല. ശിക്യം, ഉറി. ശിക്യസ്തം പാതയാമാസ, അടിച്ചിട്ട് നിലത്തിട്ടു എന്നാണ്. എന്താണ്? ഉറിയിലിരിക്കുന്ന ഭാണ്ഡാരി ശിക്യസ്തം പാതയാമാസ ദുഗ്ധം ച നവനീതകം. നവനീതവും ദിവ്യവും ദുഗ്ധവും പാലും എല്ലാം ഉറിയിൽ നിന്ന് അടിച്ച് താഴെയിട്ടു. എന്നിട്ട് ക്രമേണ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. ആദ്യം ലക്ഷ്മണായ ദദൗ, ആദ്യം ലക്ഷ്മണന് കൊടുത്തു. പിന്നെ ഭരതായ ദദൗ, പിന്നെ ശത്രുഘ്നായ ദദൗ. ഇവർക്ക് 3 പേർക്കും കൊടുത്തു. ഇവർക്ക് 3 പേർക്ക് ക്രമേണ കൊടുത്തു. അല്ലാണ്ട് കിട്ടിയോടത്ര രാമന് വിശന്നിട്ടാണ് ചെന്ന് ചോദിച്ചത്. അവിടെയും ഒരു നേതാവായിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയാണ് ചോദിക്കുന്നത്. കിട്ടിയ ഉടനെ തന്നെ രാമൻ കഴിക്കുകയല്ല ചെയ്തത്. ലക്ഷ്മണന് കൊടുത്തു, ഭരതന് കൊടുത്തു, ശത്രുഘ്നന് കൊടുത്തു. ഇത്രയായപ്പോഴേക്കും അടുക്കളയിലെ പണിക്കാര് എന്ത് ചെയ്തു? ഉടൻ തന്നെ അവിടെ വിവരം കൊടുത്തു. കൗസല്യോട് പറഞ്ഞു, ഇതാ അടുക്കളയിൽ ചെന്ന് നോക്കുക, നല്ല കേമായിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അല്ലേ? അപ്പൊ എന്തായി തീർന്നു? ആ ഉടനെ തന്നെ അമ്മ അവിടെ നിന്ന് ഓടി വരികയാണ്. കൗസല്യാധാവമാന, അല്ലെ? ആഗതാം മാതരം ദൃഷ്ട സർവൈരപി പലായുധം. അമ്മ വരണവിടെ. ഇപ്പോ എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും 4 വർഷംഗം അവിടുന്ന് ഓടി. കൗസല്യം വിട്ടില്ല, കൗസല്യം പിന്നാലെ ഓടി. പക്ഷേ കൗസല്യ ധാവമാന അപി, കൗസല്യ പിന്നാലെ ഓടുന്നുണ്ട്. പ്രസ്കലന്തി പതേ പതേ, ഓരോ ചുവടിലും കൗസല്യ എന്ത് ചെയ്യാണ്? കാലിടറി വീഴാണ്. ഈ കുട്ടികളിലൊക്കെ ഓടാൻ വയ്യേ. കുട്ടികൾ 4 നല്ല പാച്ചലാണ്. അപ്പോ കൗസല്യ ധാവമാനാഭി പ്രസ്കലന്തി പതേ പതേ ഓടി. എന്നാലും കൗസല്യ വിട്ടില്ല. ഈ 4 മേയ്ക്കുന്നത് അവിടെ ഉണ്ട്, എല്ലാ ദിവസവും അതിന്റെ ചുമതലയൊക്കെ ഉണ്ട്. ഏതായാലും ഓടി പിടിക്കാതിരിക്കാൻ പറ്റില്ല കള്ളന്മാരെ. അങ്ങനെ പോയി പിടിച്ചു. ആരെയാണ് പിടിക്കാൻ കിട്ടിയത്? രഘുനാഥം കരേ ധൃത്വ കിഞ്ചിന്നോവാചഭാമിനി. രഘുനാഥനെയാണ് കൈ കിട്ടിയത്. അതായത് രാമനെയാണ് അവസാനം കൈ കിട്ടിയത്. എന്താ രാമന് കൈ കിട്ടാൻ കാരണം? രാമൻ ഓട്ടത്തിൽ പിന്നാലെ ആയിരുന്നു? അല്ല, രാമന് നല്ല ഓട്ടക്കാരനാണ്. പക്ഷെ രാമന് ഒരു നേതൃത്വ ഗുണമുണ്ട് അവിടെ തന്നെ. അതുകൊണ്ട് എന്താണ്? ബാക്കി 3 മുന്നേ ഓടിച്ചിട്ട് രാമൻ പിന്നാലെയാണ് പോകുന്നത്. അത് കാരണം രാമനെയാണ് പിടികിട്ടിയത്. അല്ലേ? നല്ല നേതാവിന് വേണ്ട ഒരു ഗുണമല്ലേ? ആദ്യം തന്നെ ഞാൻ അങ്ങ് രക്ഷപ്പെടുകയല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെടുത്തുക, താൻ പിടിക്കപ്പെട്ടാലും വേണ്ടില്ല. അതുകൊണ്ട് രഘുനാഥം കരേ ധൃത്വ കിഞ്ചിന്ന ഉവാച ഭാമിനി. ഭാമിനിയായിട്ട്, ഭാമ എന്നാണ് ദേഷ്യം, കോപം എന്നാണ് അർത്ഥം. ഭാമ, കോപം എന്നാണ് വാക്കിനർത്ഥം. അങ്ങനെ കോപിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, കൈയിനെ പിടിച്ചതേ ഉള്ളൂ. പക്ഷേ ബാലഭാവം സമാശ്രിത്യ രോദിതും ചപ്രചക്രമേ, പിടിച്ച ഒന്ന് ദേഷ്യപ്പെട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിലും ബാലഭാവം കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. 4 കൂടെ കരയാൻ തുടങ്ങി. വല്ല രക്ഷയുണ്ടോ? 4 കരയാൻ തുടങ്ങിയാല് ഉടനെ തന്നെ എന്ത് ചെയ്തു? കൗസല്യ അവിടെ ഇരുന്നു ഓരോന്നിനെ പിടിച്ച് കണ്ണുനീരൊക്കെ തുടച്ച് മൂർധാവിൽ ചുംബിച്ച് സമാധാനിപ്പിച്ച് ഓരോന്നിനെയും വിട്ടു. അങ്ങനെ കള്ളന്മാരെ പിടിച്ചു കഴിഞ്ഞിട്ട് എന്തായി തീർന്നു? എല്ലാറ്റിനെയും ആശ്വസിപ്പിക്കേണ്ട ചുമതലയാണ് ആർക്ക് വന്നത്? കൗസല്യക്ക് വന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കുറുമ്പുകളൊക്കെ ഉണ്ട്. ദശരഥൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരും. ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? രാമൻ അവിടെ ഉണ്ടാവും. അപ്പോ
ദശരഥൻ വിളിക്കും, ആ രാമ വരിക എന്ന് പറയുമ്പോ എന്താണ്, അച്ഛനെ ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് ഓടാൻ തുടങ്ങും. അടുത്തേക്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് ഓടുകയാണ് പണി. കാരണം അച്ഛൻ ഭക്ഷണം കൊടുക്കാനാണ് വിളിക്കുന്നത്. അപ്പൊ ഓടുകയാണ്. ഓടിയിട്ട് എന്താണ്, രക്ഷയിലാണ്ടാവുമ്പോ അങ്ങോട്ട് പിടിച്ചോണ്ട് വരേ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, കൗസല്യ പോയിട്ട് പിടിച്ചു കൊണ്ടുവരുമ്പോ ദശരഥൻ ഭക്ഷണം നല്ല വായിലേക്ക് കൊടുക്കാൻ ഈ വായിൽ മേടിക്കില്ല. അപ്പൊ എന്താണ്, ഈ ഓടി നടന്ന് കളിക്കുന്ന സമയത്ത് എന്താണ്, കയ്യില് ചെളി ഉണ്ടാവും. ചെളി പോരണ്ട, കയ്യിലേ മേടിക്കുള്ളൂ, വായില് മേടിക്കില്ല. അവസാനം നിവൃത്തിയില്ലാണ്ട് കയ്യിൽ വെച്ച് കൊടുക്കും. കയ്യില് ചെളി ഉണ്ടാവും, ചെളിയുള്ള കയ്യില് അത് കഴിക്കും. അങ്ങനെയാണ്. എന്നിട്ട് വീണ്ടും ഓടും. ഇതാണ് പരിപാടി. മണ്ണ് വാരിത്തുന്ന കൃഷ്ണന്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ മണ്ണിൽ കളിച്ചിട്ട് ആ ചെളി പുരണ്ട കയ്യില് അച്ഛന്റെ കയ്യിലെ വാങ്ങൂ എന്ന് ചാഢ്യം പിടിക്കുന്ന രാമനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ അധ്യാത്മരാമായണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ പക്ഷെ രാമായണത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ കുറെ കൂടെ ഗൗരവമായിട്ട് വിഷയത്തെ കൈകാര്യം ചെയ്തതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. രാജാവ് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത രാജാവിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വ്യതിചലനം ഇല്ല. ശൂർപ്പണഖയെ നിരൂപയാക്കിയപ്പോ എവിടെയാണ് അധ്യാത്മരാമായണം വായിച്ച് നമ്മള് എന്താണ് കണ്ടത്? അവളുടെ മുക്കും മുലയും ഛേദിച്ചു എന്ന് നമ്മൾ കാണും. പക്ഷേ ഒരു രാജാവിന്, ധർമ്മിഷ്ഠനായ ഒരു രാജാവിന് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണത്. കാരണം എന്താണ്? സ്തനം സ്ത്രീയുടെ സ്വത്വമാണ്. അവിടെ അതിക്രമിച്ച് കയറാൻ ഒരു ചക്രവർത്തിക്കും അധികാരമില്ല. അവൾ ചെയ്ത കുറ്റം എത്ര വലുതുമായിക്കൊള്ളട്ടെ, വേണമെങ്കിൽ ഗളച്ഛേദം ചെയ്യാം, നിഗ്രഹിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അവളുടെ സ്ഥാനം സ്പർശിക്കാൻ രാജാവിന്റെ അധികാരമില്ല. സ്ത്രീയുടെ സ്വത്വമാണ്. സ്വത്വത്തിലേക്ക് കയറാൻ ആർക്കും അധികാരമില്ല. രാവണൻ പോലും സീതയെ എടുത്തു കൊണ്ടുപോയപ്പോ എങ്ങനെയാണ്? അവളുടെ കഴുത്തിലും കാലിലും പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. ഒരിക്കലും എന്ത് ചെയ്തില്ല? അവളുടെ സ്വത്വത്തിലേക്ക് ആക്രമിച്ച് കയറിയില്ല രാവണൻ പോലും. അപ്പോ ആ വിധത്തിൽ അത്രയും നിഷ്കർഷയോടുകൂടിയിട്ട് അതാണ് ശൂർപ്പണഖയെ വിരൂപയാക്കിയപ്പോ കർണനാസേ ചിച്ഛേദ, കർണവും നാസികയും ഛേദിച്ചു. സ്ഥാനമല്ല. എന്തുകൊണ്ടാണ്? അധികാരമില്ല ചക്രവർത്തിക്ക് അങ്ങനെ ഒരു അതിക്രമം നടത്തുവാൻ. അപ്പോ രാമായണത്തിന്റെ പോക്കുന്നൊക്കെ, വാൽമീകി രാമായണത്തിന്റെ പോക്കും വളരെ നിഷ്കർഷയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സ്ഥലത്തും രാജാവിന്റെ വാക്കിനെ ലംഘിക്കാതിരിക്കുക. നമ്മള് എന്താണ്, ദശരഥന്റെ വാക്ക് സത്യമാക്കാൻ കാനനത്തിലേക്ക് പോയ രാമന് കാണും. ശരി, അവിടെ സത്യമുണ്ട് എന്ന് പറയും, അല്ലേ? കാരണം എന്താണ്? രാമനല്ല രാജ്യം കൊടുക്കേണ്ടത് ആർക്കാണ്? ഭരതനാണ് രാജ്യം കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഭരതന് കൊടുക്കേണ്ടി വന്നത് എന്ന് നമ്മൾ ഇതിലെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ അതിലേക്ക് കടക്കുന്നില്ല. എന്തുകൊണ്ട് ഭരതൻ, എന്തുകൊണ്ട് രാമനല്ല, അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. അതിൽ നിന്ന് പ്രതീയമാനമാകുന്ന ഒരർത്ഥം അവിടെയുണ്ട്. അത് വരത്തക്ക വിധത്തിലാണ്. അത് കൈകേയിയെ ഒരാളും അത് കേട്ടാൽ കൈകേയിയെ നിന്ദിക്കാൻ കഴിയുകയില്ല. എന്നാൽ കൈകേയിക്ക് അത് പറഞ്ഞുകൂടായിരുന്നോ? കൈകേയി മിണ്ടിയില്ലല്ലോ. എല്ലാവരും, ഭരതൻ ഉൾപ്പെടെ, അങ്ങയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ചല്ലോ എന്ന് വരെ മകൻ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ, അത്രയേറെ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ പോലും ആ രഹസ്യം മിണ്ടാതിരുന്ന കൈകേയി. സ്ത്രീകൾക്ക് രഹസ്യമൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോൾ കൈകേയിയെ കുറിച്ച് കൂടെ ചിന്തിച്ചിട്ട് വേണം സ്ത്രീക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയും എന്ന് ചിന്തിക്കാൻ. അത് ചിന്തിക്കാതെ അല്ല ആ ചിന്ത, ഒരിക്കലും ആ ചർച്ച പൂർണ്ണമാകും. അത് അധികാരമുള്ളവർ പറയേണ്ടവർ പറയട്ടെ, പറയേണ്ട സമയത്ത് എന്ന് വിചാരിച്ചിരുന്ന അതീവ എന്താണ് ദാർഢ്യത്തിന്റെ, ദൃഢതയുടെ പര്യായമായ കൈകേയിയെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും, വാൽമീകി രാമായണത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അധ്യാത്മരാമായണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ദർശനങ്ങൾക്കും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് രാജധർമ്മത്തെ പറയുന്നതായ ഒരു രാമായണം, അതാണ് വാൽമീകി രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്? നമുക്ക് ഈ വാക്കിന്റെ പാലനം,
അതിനെ ലംഘിക്കാതിരിക്കൽ പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ശൂർപ്പണഖാ വിരൂപണത്തിലും അതുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ്? സ്ഥലം ഛേദിച്ചില്ല എന്ന് പറയുമ്പോഴും ഒരാളുടെയും സ്വത്വത്തിലേക്ക്, സ്ത്രീയുടെ സ്വത്വത്തിലേക്ക് അതിക്രമിച്ച് കടക്കാതിരിക്കുന്നവനാണ് ചക്രവർത്തി. അത് കടന്നാൽ എന്തായി തീർന്നു? അതിനാൽ തന്നെ ചക്രവർത്തിയുടെ വാഗ്ദാനം അവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്, പ്രതിജ്ഞ ലംഘിക്കപ്പെടുന്നുണ്ട്, അല്ലേ? പ്രജകൾക്ക് എങ്ങനെ ജീവിക്കണം? ഇന്നും നമ്മൾ പറയാറുണ്ട്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയാണ് സർക്കാരിന്റെ ചുമതല, നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ മുൻപ് പറയേണ്ട ഒന്നുണ്ട്. ജീവനും സ്വത്തിനും മാത്രമല്ല, അതിനേക്കാൾ ഉപരി അഭിമാനത്തിന്, മാനത്തിന് സംരക്ഷണം കൊടുക്കണം, അല്ലേ? മാനം പോയിട്ട് പിന്നെ എന്താണ് ജീവിതം? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് സ്വത്തിനും ജീവനും മാത്രമല്ല, അതിനേക്കാൾ ഉപരി, അല്ലേ, എന്താണ്? ആളുകൾക്ക് അഭിമാനമാണ് ഏറ്റവും വലുത്. അഭിമാനം. അത് തന്നെയാണ് കൗസല്യയും കൈകേയിയും എല്ലാവരും പറഞ്ഞു. കൈകേയിയും പറഞ്ഞത് തന്നെ. ദശരഥൻ പറയുന്നുണ്ട്, രാമനെ കൂടാതെ ഞാൻ ജീവിക്കില്ല എന്ന് പറയുന്ന ദശരഥനോട് എന്താണ്? വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നതിലൂടെ അങ്ങ് മരിച്ചാലും മരിക്കുന്നതാണ് കളങ്കിതനായി ജീവിക്കുന്നതിനേക്കാൾ അങ്ങേക്ക് ശ്രേയസ്കരം എന്ന സത്യത്തെ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് ദശരഥ മഹാരാജാവ് തന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ ദിവസമെങ്കിലും, ഈ രാത്രിയെങ്കിലും രാമൻ എന്റെ കൂടെ നിൽക്കട്ടെ, പ്രഭാതത്തിൽ ഞാൻ അവനെ കാട്ടിലേക്ക് അയക്കാമെന്ന് പറയുന്നിടത്ത് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ നിൽക്കുന്ന കൈകേയിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത്ര ക്രൂരയാണ് കൈകേയി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ക്രൂരതയല്ല, കർത്തവ്യമാണ്. അവിടെ എന്തില്ല? അവിടെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. രാജാവ് ആരാണ്? രാജാവ് പൂണൂല് ധരിക്കുന്നവനാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും പൂണൂൽ ധരിക്കുന്നവരാണ്. എന്താണ് പൂണൂൽ? ധർമ്മകഞ്ചുകമാണ്. ധർമ്മകഞ്ചുകം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം ധരിക്കുന്ന ആളുകൾക്ക് എന്തില്ല? വ്യക്തിപരതയില്ല. ഇന്നും നമ്മൾ യൂണിഫോം ഇട്ട ആളുകളെയൊക്കെ കാണാറുണ്ട്. പോലീസും പട്ടാളവും ഒക്കെ നമ്മൾ കാണാറുണ്ട്. യൂണിഫോമിന്റെ വില പക്ഷേ നമുക്ക് അറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും ഒരുപോലെ ഇരിക്കാനാണ് യൂണിഫോം എന്ന്. അതല്ല. യൂണിഫോം എന്താണ്? വ്യക്തിപരതയെ മറയ്ക്കുന്നതാണ് യൂണിഫോം. യൂണിഫോം ഇട്ടാൽ പിന്നെന്തല്ല? ആ വ്യക്തിയല്ല, അവിടെ ആ സ്ഥാനമാണ് അതിനുള്ളത്, അല്ലേ? മിലിറ്ററി, പട്ടാളം, മിലിറ്ററിയാണ്. ആ മിലിറ്ററിയുടെ ആക്ഷൻ ഇന്ന ആള് ചെയ്തു എന്ന് അവിടെ ഇല്ല. അതുപോലെ തന്നെയാണ് പോലീസ്, അല്ലെ? പോലീസ് അതാണ് അവിടെ എന്തില്? വ്യക്തിപരതയെ മറയ്ക്കുന്നതാണ് ധർമ്മകഞ്ചുകം. ഈ പൂണൂൽ എന്ന് പറയുന്നത് ധർമ്മകഞ്ചുകമാണ്. ധർമാനുഷ്ഠാനത്തിനുള്ളതാണ് പൂണൂൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അത് ധരിച്ചയാൾ ഒരിക്കലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. വ്യതിചലിച്ചാൽ അതെന്താണ്? അത് സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ്. രാജാവാകുമ്പോൾ സത്യപ്രതിജ്ഞയുണ്ട്. പ്രജകളെ പരിപാലിക്കാനുള്ളതായ ക്ഷതങ്ങളിൽ നിന്ന് ത്രാണം ചെയ്യുക. അതാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. ക്ഷതാത് ത്രായതേ ഇതി ക്ഷത്രിയ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ക്ഷതവും ഏൽക്കാതെ ജനങ്ങളെ രക്ഷിക്കണം. അപ്പൊ എന്ത് വേണം? ഒരു സ്ത്രീയെ, അവളുടെ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചാൽ അവളുടെ അഭിമാനം ക്ഷതമായി തീർന്നു. അഭിമാനത്തിന് ക്ഷതമേറ്റാൽ ക്ഷത്രിയനെന്ന അത് ഏൽപ്പിച്ച ആൾ ക്ഷത്രിയനെന്ന വിശേഷണത്തിന് അർഹനല്ലാതെയായി തീരും. അത്രയേറെ ധാർമ്മികതയിൽ നിന്നുകൊണ്ടാണ്. എന്നാ ശിക്ഷിക്കണം. രാജാവ് ശിക്ഷിക്കണം. എന്തുകൊണ്ടാണ് രാജാവ് ശിക്ഷിക്കണം എന്ന് പറയുന്നത്? രാജാവ് ശിക്ഷിച്ചാൽ, ഒരു കുറ്റത്തിന് രാജാവ് ശരിയായ ശിക്ഷ നൽകിയാൽ പിന്നെ അതിന് ദൈവികമായ ശിക്ഷ പോലും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം രാജാവ് അഷ്ടദിക്പാലകന്മാരുടെയും അംശമുള്ളവനാണ്. അഷ്ടദിക്പാലകന്മാരുടെയും അംശമുള്ളവനാണ് രാജാവ്, അല്ലെ? ദശരഥൻ പായസം പങ്കുവച്ചപ്പോ അത് 8ആയി പങ്കുവച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? 8 ഭാഗമാണ് പായസത്തിന്റെ. പായസം 8 ഭാഗമാണ് ആക്കിയത്, അല്ലേ? എങ്ങനെയാണ് 8 ഭാഗമാക്കിയത് നമ്മൾ പറയുന്നത്? ആദ്യം തന്നെ പായസം എന്താണ് ചെയ്തത്? കൗസല്യായി നരപതിഹി പായസാർദ്ധം ദദൗ. കൗസല്യക്ക് പായസത്തിന്റെ പകുതി കൊടുത്തു. അർദ്ധാദർദ്ധം ദദൗച്ചാബി സുമിത്രായി നരാധിപഃ.
പിന്നെ പകുതിയുടെ പകുതി കൊടുത്ത് സുമിത്രയ്ക്കാണ്. അപ്പൊ സുമിത്രയ്ക്ക് കൊടുത്തത് എത്രയാണ്? പകുതിയുടെ പകുതി എന്ന് പറയുമ്പോൾ 1/4 കൊടുത്തത്. പിന്നെയും കൊടുത്തത് എന്താണ്? തസ്യ അവശിഷ്ടസ്യ അർദ്ധം, അവശേഷിച്ചതിന്റെ അർദ്ധം കൈകേയ്യൈ അഭി ദദൗ, കൈകേയ്യൈ ചാപി ദദൗ രാജ പുത്രാർത്ഥകാരണാത്, പുത്രന്മാർക്കുള്ളതാണ് എന്നുള്ളത് കൊണ്ട്, പുത്രന്മാരുണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് അതിൻ്റെയും പകുതി കൊടുത്തു കൈകേയിക്ക്. ഇപ്പൊ കൈകേയിക്ക് എത്രയാണ് കൊടുത്തത്? 8/1 അല്ലേ? പകുതി കൗസല്യക്ക് കൊടുത്തു, അതായത് 2/1. അതിന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു, 4/1. പിന്നെ അവശേഷിക്കുന്നത് 4/1. അതിന്റെ പകുതിയാണ് ആർക്ക് കൊടുത്തത്? കൈകേയിക്ക് കൊടുത്തത്. അപ്പൊ 8/1 കൈകേയിക്ക് കൊടുത്തത്. പിന്നെയും അവശേഷിച്ച ഒരർദ്ധമുണ്ട്, 8ൽ 1 ഭാഗവും കൂടി ഉണ്ട്. അത് വീണ്ടും എന്താണ് കൊടുത്തത്? അത് വീണ്ടും നൽകിയത് സുമിത്രായൈ ദദൗ രാജ, രാജാവ് എങ്ങനെയാണ് സുമിത്രയ്ക്ക് കൊടുത്തത്? വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ട്, അനുചിന്യ മഹീപതിക്ക്, വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ടാണ് ആ ഒരു ഭാഗം അങ്ങോട്ട് കൊടുത്തത്. അപ്പൊ ശരിക്കും നോക്കിയാൽ 8ൽ 4 ഭാഗം കൗസല്യക്ക് കൊടുത്തു. പിന്നെ 8ൽ എന്താണ്? 2 ഭാഗമാണ് ഇവിടെ കൊടുത്തിരുന്നത്. 1 ഭാഗം കൂടെ കൊടുത്തപ്പോ 8ൽ 3 ഭാഗമായി. 4ഉം 3ഉം 7 ഭാഗമായി. 8ാമത്തെ ഒരൊറ്റ ഭാഗം മാത്രമേ, അതായത് 12.5% അല്ലെ? 8ആയിട്ട് വിഭജിച്ചാൽ എത്രയാണ്? 12 × 96 അല്ലെ? പിന്നെ 8 അര 4 100. അപ്പോ 12.5% മാത്രമേ കൊടുത്തുള്ളൂ. ആർക്ക്? കൈകേയിക്ക് കൊടുത്തുള്ളൂ. അപ്പോ അങ്ങനെ നോക്കുമ്പോ പിന്നെ എത്ര ശതമാനമാണ് അപ്പുറത്ത് കൊടുത്തത്? 25ഉം 12 37% സുമിത്രയ്ക്ക് കൊടുത്തു ഇല്ലേ? അപ്പോ ബാക്കി 50% അപ്പുറത്ത് കൊടുത്തു. അപ്പൊ ഒരു കണക്ക് അവിടെയും വരുന്നുണ്ട്. ഒരു 8ൽ 1 ഭാഗം ആണ് അവിടെ കൊടുക്കുന്നത്. 8ആയി പായസത്തെ വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ അഷ്ടദിക്പാലകന്മാരുടെ അംശങ്ങളാണ് രാജാവ് എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയ ലാഞ്ചന അവിടെയും നമുക്ക് കാണാൻ പറ്റും. അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? രാജാവ് ഈ അഷ്ടദിക്പാലകന്മാരുടെയും അംശമായതുകൊണ്ട് രാജാവ് ഒരു കുറ്റത്തിന് ശരിയായ ദണ്ഡനം നൽകിയാൽ പിന്നെ അതിന് ദൈവികമായ ദണ്ഡനം മറ്റൊന്നില്ലെന്നാണ്. അപ്പൊ രാജാവിന്റെ കൃത്യനിർവഹണം, രാജാവിന്റെ ധർമ്മപാലനം എത്രയേറെ ഗൗരവമാർന്നതാണ് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ദശരഥൻ, ഒരാൾ രാമായണം വായിച്ചെന്ന് അറിയണമെങ്കിൽ ദശരഥൻ അവിടെ കൈകേയിയോട് പറയുന്നത് പ്രാർത്ഥന മാത്രം അവിടെ നോക്കിയാൽ മതി. രാമനെ ഞാൻ കാട്ടിലേക്ക് അയക്കാം, പക്ഷേ ഭരതനെ ഞാൻ രാജാവാക്കാം, രാമൻ എന്റെ കൂടെ നിന്നുകൊള്ളട്ടെ എന്ന് കെഞ്ചുന്ന ഒരു ചക്രവർത്തിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കണ്ണുനീര് ന്യായമായിട്ടും അത് വായിച്ചിട്ടുള്ള ആളുടെ ബുക്കിൽ കണ്ണുനീര് വീണ അടയാളം ഉണ്ടാകും. അത്രയ്ക്ക് ശോചനീയമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാത്തത്? അവിടെയാണ് ചക്രവർത്തിയുടെ നീതിക്ക് എന്തുണ്ടാകാൻ പാടില്ല? യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. ഓരോ സ്ഥലത്തും നമുക്ക് ഈ നീതി, അതായത് വേദം പറഞ്ഞതുപോലെ പതങ്കോ വാചം മനസാഭിഭർത്തി താം ഗന്ധർവോ അവതദ്ഗർഭേ അന്തഃ. അത് ഓരോന്നും ഇപ്പൊ ചക്രവർത്തിയാകുമ്പോൾ പ്രജാപരിപാലനത്തിനായി ചെയ്യുന്ന ആ പ്രതിജ്ഞയാണ് അവിടുത്തെ വാക്ക്. അത് ഓരോ നിമിഷവും ചക്രവർത്തിയുടെ ഉള്ളിൽ അതെന്താണ്? ദ്യോതമാനമായി വർത്തിക്കുകയാണ്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? അതിനെ സത്യമാക്കണം. അത് തന്നെയാണ് രാമൻ ചെയ്യുന്നത്. തന്റെ പിതാവ് എന്താണ്? അദ്ദേഹം ശരിക്കും ബാധ്യസ്ഥനാണ് ഭരതനെ രാജാവാക്കുക. അതെന്തുകൊണ്ടാണ് നമുക്കിനി കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് താൻ എന്താണ് അവിടെ നിന്നുള്ള ആ രാജധാനിയിൽ നിന്ന് താൻ മാറി നിൽക്കേണ്ടത് തന്റെ ചുമതലയാണ്. പിതാവിന്റെ വാക്കിന്റെ പാലനത്തിന് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് വന്നപ്പോൾ കാരണത്തിലേക്ക് പോയി അച്ഛന്റെ വാക്കിന് സത്യമാക്കുന്ന രാമനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. രാമനിലൂടെ മാത്രമല്ല, മറ്റു കഥാപാത്രങ്ങളിലൂടെയും പോകുമ്പോൾ എന്തുമാത്രം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് രാമായണം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചത്? നമുക്ക് വാൽമീകി രാമായണം തന്നെ ശ്രദ്ധയോടുകൂടി നോക്കി പോകാം എന്ന് നിശ്ചയിക്കാൻ കാരണം അതാണ്. വളരെ സമയം എടുക്കുക. നമുക്ക് ആഴ്ചയിൽ 1 ദിവസം എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ചേ നമുക്ക് പറ്റുള്ളൂ. എങ്കിലും നമുക്ക് പറ്റുന്നത് പോലെ
വാൽമീകി രാമായണത്തിലൂടെ ഉള്ള നമ്മുടെ ഈ പരിക്രമണം നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് നേരെ ടെക്സ്റ്റിലേക്ക് കടക്കാം. അപ്പൊ ഇത്രയും മുഖവരിയായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വ്യാഖ്യാനം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.